ആഗോള ഊർജ്ജ ഭൂപടത്തിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന പരമ്പരാഗത സാമ്പത്തിക സമവാക്യങ്ങളെയും സഖ്യങ്ങളെയും അപ്പാടെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് യുടെ ആ പുതിയ നയതന്ത്ര തീരുമാനം പുറത്തുവന്നത്. എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും അതിനോടനുബന്ധിച്ചുള്ള ഒപെക് പ്ലസ് സഖ്യത്തിൽ നിന്നും ഔദ്യോഗികമായി പടിയിറങ്ങിയപ്പോൾ അത് കേവലം ഒരു താൽക്കാലിക രാഷ്ട്രീയ നീക്കം മാത്രമായിരുന്നില്ല. മറിച്ച് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോള ഊർജ്ജ വിപണിയിൽ ഒരു സ്വതന്ത്ര ശക്തിയായി മാറുന്നതിനും വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു. ഒപെക് ദീർഘകാലമായി ഏർപ്പെടുത്തിയിരുന്ന കടുത്ത ഉൽപാദന നിയന്ത്രണങ്ങളിൽ നിന്നും കോട്ടകളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടി കൃത്യം 2 മാസങ്ങൾ പിന്നിടുമ്പോൾ അബുദാബിയുടെ ഈ തന്ത്രപരമായ തീരുമാനം എത്രത്തോളം ശരിയായിരുന്നുവെന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിപണിയിലെ കടുത്ത വിലയിടിവിനിടയിലും തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം പ്രതിദിനം 3.8 ദശലക്ഷം ബാരലിലധികം എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അടുത്തിടെയുണ്ടായ വൻ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എണ്ണ വിപണി കടുത്ത അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന വേളയിലാണ് യുടെ ഈ വിപ്ലവകരമായ കുതിച്ചുചാട്ടം എന്നത് ആഗോള സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായി തങ്ങൾ എണ്ണ ഉൽപാദന മേഖലയിൽ നടത്തിയ വൻതോതിലുള്ള സാങ്കേതിക സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം ഉറപ്പാക്കുക എന്നതാണ് ഒപെക് കൂട്ടായ്മ വിട്ടതിലൂടെ അബുദാബി ലക്ഷ്യമിട്ട പ്രധാന കാര്യം. ഒപെക് സഖ്യത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉൽപാദകരായിരുന്നിട്ടും തങ്ങളുടെ യഥാർത്ഥ ശേഷിയുടെ ഒരു ചെറിയ പങ്ക് മാത്രമാണ് വിപണിയിൽ എത്തിക്കാൻ ക്ക് അനുവാദമുണ്ടായിരുന്നത്. വിപണിയിൽ കൃത്യമായി ക്ഷാമം സൃഷ്ടിച്ച് വില എപ്പോഴും ഉയർന്ന നിലക്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന സൗദി അറേബ്യയെയും റഷ്യയുടെയും തന്ത്രങ്ങളോട് പലപ്പോഴും അബുദാബിക്ക് വിയോജിപ്പുകളുണ്ടായിരുന്നു. കാരണം വരും വർഷങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും ഹരിത ഊർജ്ജത്തിലേക്ക് മാറാനും ലോകരാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ കയ്യിലുള്ള വിഭവങ്ങൾ പരമാവധി വേഗത്തിൽ വിറ്റഴിച്ച് സാമ്പത്തിക ലാഭമുണ്ടാക്കുകയാണ് ബുദ്ധിയെന്ന് കരുതുന്നു. നിലവിൽ പ്രതിദിനം 50 ലക്ഷം ബാരൽ വരെ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ അത്യാധുനിക ശേഷിയുള്ള ക്ക് മേൽ ഒപെക് കടുത്ത കോട്ടകൾ ഏർപ്പെടുത്തിയത് രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക വളർച്ചയെയും വൈവിധ്യവൽക്കരണ പദ്ധതികളെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് ആവശ്യക്കാരുള്ളപ്പോൾ വൻതോതിൽ പണം നിക്ഷേപിച്ച ആഗോള ഇൻവെസ്റ്റർമാരോട് നീതി പുലർത്താൻ നിയന്ത്രണങ്ങളില്ലാതെ എണ്ണ വിതരണം ചെയ്യേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്ന് ഊർജ്ജമന്ത്രി സുഹൈൽ അൽ മസ്റൂയി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പരമാധികാര പ്രഖ്യാപനമാണ് ജൂൺ മാസത്തിലെ റെക്കോർഡ് ഉൽപാദനത്തിലൂടെ രാജ്യം ഇപ്പോൾ പ്രായോഗികമാക്കിയിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നേരിട്ടുള്ള കടുത്ത സൈനിക സംഘർഷങ്ങളിലേക്ക് നീങ്ങിയതോടെ ആഗോള എണ്ണ വിപണിയിൽ അഭൂതപൂർവമായ പ്രതിസന്ധിയാണ് ഉടലെടുത്തത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായി അടഞ്ഞുപോയതും ഗൾഫ് മേഖലയിലെ പ്രമുഖ എണ്ണ ഉൽപാദക കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും എണ്ണ വിതരണ ശൃംഖലയെ പൂർണ്ണമായി തകിടം മറിച്ചു. ഈ യുദ്ധ പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥയിലായിരുന്ന ഏപ്രിൽ മാസത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $126 എന്ന 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നിരുന്നു. എന്നാൽ പിന്നീട് താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും കപ്പൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തതോടെ എണ്ണ വിപണിയിലെ ആശങ്കകൾ മാറി വില കുത്തനെ ഇടിയാൻ തുടങ്ങി. നിലവിൽ ബാരലിന് $72 വില താഴ്ന്നിട്ടും ഉൽപാദനം കുറച്ച് വില കൂട്ടാൻ ശ്രമിക്കുന്ന ഒപെക് ശൈലിക്ക് കൂട്ടുനിൽക്കുന്നില്ല. വിപണിയിൽ വില കുറയുമ്പോൾ കൂടുതൽ അളവിൽ എണ്ണ വിറ്റ് ആകെ വരുമാനം കുറയാതെ സൂക്ഷിക്കുക എന്ന നവീനമായ വിപണി തന്ത്രമാണ് അബുദാബി ഇവിടെ പയറ്റിയത്. കൂടുതൽ പുതിയ ഉപഭോക്താക്കളെയും റിഫൈനറികളെയും ആകർഷിക്കുന്നതിനായി യുടെ ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക് തങ്ങളുടെ പരമ്പരാഗത വിപണന രീതികളിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും ജനപ്രിയ എണ്ണ ബ്രാൻഡുകളായ അപ്പർ സക്കൂം, ദാസ്, ലുലു എന്നിവയുടെ വില നിർണ്ണയ സംവിധാനം പൂർണ്ണമായും ദുബായ് ബെഞ്ച് മാർക്കിലേക്ക് മാറ്റാൻ കമ്പനി തീരുമാനിച്ചു. ഈ മാറ്റം മറ്റ് പ്രാദേശിക എണ്ണ ബ്രാൻഡുകളോട് നേരിട്ട് മത്സരിക്കാൻ ഏഷ്യൻ വിപണിയിലെ പ്രവചനാതീതമായ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും ക്ക് വലിയ തോതിൽ എളുപ്പമാകും. ഇതിന് പുറമെ പുതിയ വലിയ ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി പ്രത്യേക സ്പോട്ട് ടെൻഡറുകൾ വഴി ഡിസ്കൗണ്ട് നിരക്കിലും ഇപ്പോൾ എണ്ണ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര ട്രേഡിംഗ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപെക്കിന്റെ കടുംപിടുത്തങ്ങളോ യാതൊരുവിധ നിയന്ത്രണങ്ങളോ ഇനി ബാധകമല്ലാത്തതിനാൽ ഏഷ്യൻ വിപണികളിൽ പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന തുടങ്ങിയ വൻതോതിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ തങ്ങളുടെ വിപണി വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ അബുദാബിക്ക് സാധിക്കുന്നുണ്ട്. തങ്ങളുടെ ഉൽപാദനവും കയറ്റുമതിയും അതിവേഗം യുദ്ധപൂർവ്വ നിരക്കിലേക്ക് എത്തിക്കുമ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും ഒപെക് നിയന്ത്രണങ്ങൾ കാരണവും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മൂലവും കടുത്ത പ്രതിസന്ധിയിലാണ്. മേഖലയിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ജൂൺ മാസത്തിൽ പ്രതിദിനം 43.2 ലക്ഷം ബാരൽ മാത്രമാണ് കയറ്റി അയച്ചത്. ഇത് യുദ്ധത്തിന് മുൻപുള്ള നിരക്കിനേക്കാൾ ഏതാണ്ട് 30 ലക്ഷം ബാരൽ കുറവാണ്. കുവൈറ്റിന്റെ ഉൽപാദനം മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചെങ്കിലും പഴയ നിരക്കിലേക്ക് എത്താൻ ഇനിയും 10 ലക്ഷത്തോളം ബാരലുകളുടെ കുറവുണ്ട്. ഒപെക്കിലെ 2ാമത്തെ വലിയ ഉൽപാദകരായ ഇറാഖിന്റെ അവസ്ഥയാകട്ടെ അതിലും ദയനീയമാണ്. തങ്ങളുടെ സാധാരണ കയറ്റുമതിയുടെ 1/5 മാത്രമാണ് അവർക്ക് ജൂണിൽ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്.
ഈ ഒരു സാഹചര്യത്തിലാണ് കൂട്ടായ്മയുടെ അച്ചടക്കത്തെക്കാൾ സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് UAE ഒറ്റയ്ക്ക് മുന്നേറുന്നത്. UAEയുടെ ഈ ഉജ്ജ്വലമായ വിജയം ഒപെക് എന്ന സംഘടനയുടെ ആഗോള സ്വാധീനത്തെയും പ്രസക്തിയെയും വരും ദിവസങ്ങളിൽ കാര്യമായി ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. മറ്റ് മധ്യനിര എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും UAEയുടെ വിജയകരമായ ഈ മാതൃക പിന്തുടർന്ന് ഒപെക് സഖ്യം വിടാൻ തുനിഞ്ഞാൽ അത് ആഗോള ഊർജ്ജ വിപണിയിലെ കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനങ്ങളുടെ ശാശ്വതമായ തകർച്ചയ്ക്കാവും വഴിയൊരുക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.